ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോ. നമ്മൾ ബ്രിഡ്ജ് കോഴ്സിലെ മിക്ക കാര്യങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓവറോൾ ഈ കോഴ്സ് ഈ കമ്പനി ലോ എന്താണെന്നുള്ള എല്ലാ ഐഡിയാസും എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗ റിഗാർഡിങ് ഹിസ്റ്ററി ഓഫ് കമ്പനി ലോ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ ഈ സെക്ഷൻസ് പോവുകയാണ്. ബിക്കോസ് വി ഹാവ് ഓൺലി വെരി ലിമിറ്റഡ് ടൈം ആസ് വെൽ ആസ് ദർ ആർ ലോട്ട്സ് ടു കംപ്ലീറ്റ്. എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. സോ this is something which is you need to know about it. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല, എന്നാലും യു ഹാവ് ടു നോ വാട്ട് ഈസ് എ ഹിസ്റ്ററി ഓഫ് കമ്പനി ലോ. ചോദിച്ച വർഷങ്ങളുണ്ട്, എന്നാലും അത്ര വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണമെന്നില്ല. ബട്ട് ജസ്റ്റ് റിമെമ്പർ ഓഫ് ഓൾ ദ ഇയേഴ്സ്, ഏതൊക്കെ ഇയറുകളാണെന്നുള്ളത് ഓർത്തിരിക്കണം. എങ്ങനെ ഓർത്തിരിക്കാം? ഇതിനകത്ത് ഇപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഇംഗ്ലണ്ടിൽ ചുമ്മാ 2 പേര് ചേർന്ന് there were individual associations, they talked to each other and they started thinking about making a company. അവരുടെ അസോസിയേഷനും കൊണ്ട് അവർ കുറച്ച് മ്യൂച്വൽ ബെനിഫിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ തുടങ്ങി. And they started without any legal or formalities or anything. They started like a company, a partnership kind of businesses, and there were many fraudulent things which were happening in the future. And because of all those like many innocents were cheated, alle adukonde they thought of making a legislation which would help such fraudulent things from emerging. അതിനു വേണ്ടിയാണ് this made the Bubbles Act in 1720. എന്നിട്ട് that formation of a company without any legal mechanism is illegal എന്നുള്ള രീതിയിലാണ് the Bubbles Act 1720 വന്നത്. പിന്നെ റോയൽ ചാർട്ടറൊക്കെ ഇഷ്യൂ ചെയ്യണം. അത് കിങ് ആണെങ്കിലും ലൈക്ക് ക്വീൻ ആണെങ്കിലും ഹൂവറിട്ട് ദേ ഹാവ് ടു ഗിവ് ലൈക്ക് അവരുടെ സാങ്ഷൻ കിട്ടാതെ യു കനോട്ട് സ്റ്റാർട്ട് എ കമ്പനി എന്നൊക്കെ വന്നു. ബബിൾസ് ആക്ട് വാസ് അഗെയിൻ റിപ്പീൽഡ് ഇൻ എന്നാണ്? മറ്റേ 1720 ആണെങ്കിൽ ഒരു 100 വർഷം എന്നിട്ടോ 1820 100 വർഷം വരുമ്പം വരുന്നത്, ഇത് 25. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. And it showed a paving a way of like formation of companies എന്നല്ലേ അതിനകത്ത് പറയുന്നു. Now പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? The history of modern company law began in 1844 with the enactment of Joint Stock Companies Act in England. Okay, so it became possible for the companies to create without royal charter. മറ്റേ റോയൽ ചാർട്ടർ ക്വീൻ ആണോ കിങ് ആണോ ഭരണത്തിൽ എന്ന് വെച്ചാൽ അവരുടെ സാങ്ഷൻ കിട്ടാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ 1844, അതായത് 1825 ശേഷം പിന്നെയും കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത്. Okay, this legislation created office for register of joint stock companies with whom people could register their companies. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതെന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ കാലത്ത് ലിമിറ്റഡ് ലയബിലിറ്റി കാര്യങ്ങളൊന്നും ഇതായിട്ട്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി? ലൈക്ക് നമുക്ക് കമ്പനിക്ക് ഒരു നഷ്ടം വന്നാൽ നമ്മുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഇട്ടിരിക്കുന്ന ഉടുപ്പല്ല ബാക്കി എല്ലാ സാധനവും പറക്കെടുത്തോണ്ട് പോകും. ഓക്കെ, നഷ്ടം നികത്താൻ. മനസ്സിലായി? അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള രീതിയിലുള്ള സ്ട്രക്ചർ ആയിരുന്നു പണ്ട്. ആൻഡ് ആഫ്റ്റർ സം ടൈം ദാറ്റ് വാസ് എ മെയിൻ ഡ്രോബാക്ക്. ലിമിറ്റഡ് ലയബിലിറ്റി വാസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഏർലിയർ ആൻഡ് ലേറ്റർ ഓൺ ഇറ്റ് ബിക്കെയിം ലൈക്ക് മുന്നോട്ട് പോകുമ്പോഴല്ലേ വിത്ത് സോ മെനി ഡീമെറിറ്റ്സ്, വെൻ വി സീ സം ഡീമെറിറ്റ്സ് വി മേക്ക് ന്യൂ അമെൻമെൻറ്റ്സ്, റൈറ്റ്? അപ്പം ലിമിറ്റഡ് ലയബിലിറ്റിയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് വരികയും ഇൻ 1855 ഇംഗ്ലീഷ് പാർലമെൻറ്റ് ലിമിറ്റഡ് ലയബിലിറ്റി ആക്ട് തന്നെ കൊണ്ടുവരികയും ചെയ്തു. അതൊരു 10 വർഷം കൂടെ ശേഷം. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വന്നു 1844. ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞ് 1855 ആയപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി ആക്ട് കൊണ്ടുവന്നു. പിന്നെയും പല ഇനീഷ്യേറ്റീവ്സ് എടുത്തു. 62 ആയപ്പോൾ അടുത്തത്, 1900 ആയപ്പോൾ അടുത്തത്. അതൊരു ഇച്ചിരൂടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. 1908 ആയപ്പം അടുത്തത് അത് പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ച് കൊണ്ടുവന്നു.
പിന്നെ 1929, ഓക്കെ, ലാസ്റ്റിലാണ് remarkable legislation in the field of company law at the time of Indian independence was Companies Act 1948. ഓക്കെ, അപ്പോൾ 19 വന്നു, 1908 കൊണ്ടുവന്നു കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതിനുശേഷം 1929 വന്നു, അതിനുശേഷം 1929 വന്നു. ദിസ് ഇസ് ദ പേജ് ഐ എം എക്സ്പ്ലെയിനിങ് റൈറ്റ് നൗ. ഓക്കെ, joint stock companies before whom people could register their companies. The main drawback of the legislation was failure to recognize the principle of limited liability. Limited liability was introduced by passing the Limited Liability Act 1855 by English Parliament. അതാണ് ഞാൻ പറഞ്ഞത്. അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ് എന്താ വരിക, കമ്പനിക്ക് നഷ്ടം വരുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് കൊടുക്കേണ്ടി വരും ആ നഷ്ടം നികത്താൻ. സോ ലിമിറ്റഡ് ലൈബിലിറ്റി മീൻസ് ഐ വിൽ ബി ലയബിൾ ഓൺലി ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. മേ ബി ഇഫ് ഐ ഹാവ് ഗിവൺ 25,000 അല്ലെങ്കിൽ ഞാനൊരു 2,000 ഇട്ടിട്ടുള്ളൂ ഈ കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൈ ലൈബിലിറ്റി ഇഫ് ഇറ്റ് ഇസ് ലിമിറ്റഡ് ടു 2,000, ആ 2,000 വരെ ഉള്ളത് ഞാൻ കൊടുത്താൽ മതി കമ്പനിക്ക് നഷ്ടം വരുമ്പോൾ, ആൻഡ് നോട്ട് മോർ ദാൻ ദാറ്റ്. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞു 10 വർഷത്തിന് ശേഷമാണ് 1855 ലിമിറ്റഡ് ലൈബിലിറ്റിയുടെ കാര്യങ്ങളുമായിട്ട് വന്നത്. പിന്നെ 1862, പിന്നെ 1900, അതിനുശേഷം 1908, then 1929, and lastly 1948, which made a remarkable legislation inputting so many things. Okay, there were many drawbacks. Most of the drawbacks were അതെല്ലാം നികത്തിയാണ് 1948 കൊണ്ടുവന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നൗ ഹിസ്റ്ററി ഓഫ് കമ്പനി ലോ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയുടെ കമ്പനി ലോയുടെ ഹിസ്റ്ററിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഹൗ ഡിഡ് വി മേക്ക് എ കമ്പനീസ് ലോസ് ആക്ട്? ആക്ച്വലി നമ്മൾ അവരുടെ മോഡലിങ്ങനെ എത്തി നോക്കി കോപ്പി അടിച്ചു. ഓക്കെ, കോപ്പി അടിച്ചല്ല, ആ മോഡൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആക്ട് ഉണ്ടാക്കിയത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ സിമിലർ വേ ഓഫ് enactment of legislations. എന്നാലും അതുപോലെ കോപ്പി അടിച്ചില്ല, നമുക്ക് ചില മാന്യതയൊക്കെ കാണിച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് തിങ്സ്. ബിക്കോസ് നമ്മൾ അഗ്രികൾച്ചറിസ്റ്റാണ് നമ്മുടെ മെയിൻ ഓക്യുപ്പേഷൻ ആ കാലത്ത് മുതൽ, പണ്ട് കാലത്ത് മുതൽ. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിലുള്ള ലെജിസ്ലേഷനാണ് നമ്മൾ എനാക്ട് ചെയ്തത്. ഓക്കെ, അതിനുവേണ്ടി എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം ആ രീതിയിലാണ് അത് എനാക്ട് ചെയ്തിട്ടുള്ളത്. നൗ കമ്മിങ് ടു ദ ഫസ്റ്റ് പാര. ഇൻ ഇന്ത്യ, ഞാൻ സ്പീഡ് വിടുവാണ് ബിക്കോസ് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ. ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് ലെജിസ്ലേഷൻ വാസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1850. എന്നിട്ട് എങ്ങനെയാണ് മോഡൽ ചെയ്തത്? 1844 ഓഫ് ഇംഗ്ലണ്ടിൻ്റെ 1844 ആക്ട് എടുത്ത് അങ്ങോട്ട് എത്തി നോക്കിയിട്ടാണ് നമ്മുടെ 1850 ഉണ്ടാക്കിയത്. ഓക്കെ, it provided for the registration of companies and transferability of shares. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളും. ഓക്കെ, Okay, in India, the first legislation was Joint Stock Companies Act 1850. 1850 എങ്ങനെയാണ് നമ്മൾ മോഡൽ ചെയ്തത്? 1844 അവരുടെ ബുക്ക് അങ്ങോട്ട് എടുത്ത് തുറന്നു നോക്കി അങ്ങോട്ട് എത്തി നോക്കിയിട്ടാണ് അതുപോലാണ് ഇവിടോട്ട് എഴുതി വെച്ചത് എന്നുള്ളത്. നമ്മുടെ രീതിക്ക് അവർക്ക് അങ്ങനെ ഉണ്ട്, പക്ഷേ നമ്മുടെ രീതി അനുസരിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞാണ് നമ്മൾ നമ്മുടെ നോക്കി എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഇറ്റ് പ്രൊവൈഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. കമ്പനി രജിസ്റ്റർ ചെയ്യാനും ഷെയർസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവന്നു. Now, the Act of 1857 is remarkable for the introduction of concept of limited liability to the Indian corporate law. However, comprehensive. Okay, however comprehensive. Like നമ്മുടെ 1857 ആണ് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവർ 1855 ലിമിറ്റഡ് ലയബിലിറ്റിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേന് അങ്ങോട്ട് എത്തി നോക്കിയപ്പോഴത്തേന് അവർക്കുണ്ട്, നമുക്കും വേണം. 1857 ആയപ്പോൾ 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തു. Now, Act providing for incorporation, regulation and winding up of the companies was 1866 Companies Act. 66 അവർ 62 നോക്കിയാൽ മതി. അവർ 62 മാറ്റിയപ്പോഴത്തേന് 66 ആയപ്പോൾ ഇവിടെ മാറ്റി. എല്ലാം അങ്ങോട്ട് നോക്കിയെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഓക്കെ. ഈ രീതി നിങ്ങൾ പഠിച്ചാൽ ഓർത്തിരിക്കും ആ ഇയറൊക്കെ. was brought to Indian law by the enactment of 1882. പിന്നെ 1882 അടുത്തത് അവർ
നമ്മൾ കൊണ്ടുവന്നു. ദ ആക്ട് വാസ് ലേറ്റർ റീപ്ലേസ്ഡ് ബൈ കമ്പനീസ് ആക്ട് 1913. പിന്നെ അവരുടെ ഇടയ്ക്കുള്ള 1900, 1908, 1929 ഒക്കെ അവർക്ക് ആ രീതിയിലാണ് പോയിട്ടത്. 1908 1900 ആൻഡ് 1908 അവർക്കുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊന്നും ഒരു എനാക്ട്മെൻറ്റ്സും ഉണ്ടാക്കിയില്ല. ആൻഡ് ഫൈനലി ഇൻ 1913 we replaced many of the things in Companies Act. Okay. After India became independent, the government appointed a committee of 12 members under the chairmanship of H.C. Baba. The report of the company resulted in the most comprehensive legislation, namely the Companies Act 1956. So after independence, they formed a 12-member committee. 12-member committee ഒരു chairman ഉണ്ടായിരുന്നു. That chairman is called the H.C. Baba. H.C. ബാബയുടെ കമ്മിറ്റി അനുസരിച്ച് 12 അംഗ കമ്മിറ്റി അനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ആർ ദ തിങ്സ് വിച്ച് പ്രസൻ്റ്ലി ദ ഇന്ത്യ ഈസ് ഫേസിങ്. ലൈക്ക് നമുക്കൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്രസൻറ്റ് ട്രെൻഡ് അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കമ്പനി ലോസ് ഈ വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. Okay, and the report suggests many new things to be included. അത് 1956 അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്. ഇറ്റ് സ്റ്റേറ്റ് ഫോർ ലോങ് ഇയേഴ്സ്. അല്ലേ, അടുത്ത 57 വർഷവും ഈ ആക്റ്റാണ് നിലനിന്നത്. അതിനൊരു വ്യത്യാസവും വന്നിട്ടില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അങ്ങോട്ട് പോകുന്ന കാലത്തെല്ലാം എന്താ പറയുന്നത്, ഇന്ത്യക്ക് ചേഞ്ചസ് വരുമ്പം തന്നെ നമുക്കിടെ ലോയുടെ ചേഞ്ച് വരുത്തണം. അതാണ് യൂഷ്വലി എല്ലാ ലോയുടെയും രീതി. അങ്ങനെയാണ്. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പം പുതിയ പുതിയ ക്രൈമുകൾ വരും. അതിനായിട്ടുള്ള നിയമങ്ങൾ ബുക്കിനകത്തില്ല എന്നുണ്ടെങ്കിൽ അത് എഴുതി ചേർക്കണം പുതിയതായിട്ട്. അല്ലെങ്കിൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇപ്പം നമ്മുടെ തന്നെ ട്രാൻസ്ജെൻഡറിനെ ഇതുവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുള്ളത് നമ്മുടെ തെറ്റ്. അത് റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള കണ്ണ് തുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് പുതിയതായിട്ടൊരു ആഡ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങൾ, പുതിയ ലോസ്, പുതിയ ക്രൈം കാണുമ്പോഴാണ് മനുഷ്യൻ്റെ രീതികൾ ചിലപ്പോൾ മാറിയിരിക്കാം, അപ്രോച്ചസ് മാറിയിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിത രീതി മാറിയിരിക്കാം. കമ്പനീസ് ആക്ട് മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓക്യുപ്പേഷൻ മിക്കവരുടെയും ഭൂരിഭാഗവും ഇറ്റ് വാസ് മജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹാഡ് ദ ഓക്യുപ്പേഷൻ ആസ് അഗ്രികൾച്ചറിസ്റ്റ്. ഓക്കെ, അപ്പം വെൻ അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടിരിക്കുമ്പം അവർക്ക് അതിനുള്ള ആവശ്യങ്ങളേ ഉള്ളൂ കമ്പനി ഫോം ചെയ്യാനായിട്ട്. പിന്നെയാണ് they had lots of developments were seen in India. Many more companies started emerging out, like the എന്താ പറയുന്നത്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ആയിട്ടുള്ള കമ്പനീസ് എല്ലാം നിലവിൽ വന്നു. ഒത്തിരി കൺസ്ട്രക്ഷൻ കമ്പനീസ് വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് കമ്പനീസ് വന്നു, അല്ലെങ്കിൽ കാറിൻ്റെ കമ്പനീസ് വന്നു. അങ്ങനെ പല പല കമ്പനീസ് പിന്നുള്ള കാലയളവുകളിലാണ് ഇതെല്ലാം നിലവിൽ വന്നതും. അവർക്ക് വേണ്ടിയായിട്ട് ഈ കമ്പനീസ് ആക്ടിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം എന്ന് കണ്ടിട്ടാണ് പല പല അമെൻമെൻറ്റ്സിനും പല പല ഉദ്ദേശങ്ങളും പല പല വ്യത്യാസങ്ങളും രാജ്യത്തിന് വന്നതനുസരിച്ചാണ് അമെൻമെൻറ്റ്സ് വരുന്നത്. Now, we are going to talk about all the amendments, okay? The Companies Act 1956 was in force for almost 57 years, and it underwent almost 25 amendments, okay? എത്ര അമെൻമെൻറ്റ്സ് ആണ്? കഴിഞ്ഞ 57 വർഷം ഇത് നിലനിന്നു, കമ്പനീസ് ആക്ട് 1956. അതിന് ശേഷം 2013 പിന്നൊരു ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് 25 അമെൻമെൻറ്റ്സോളം ചെയ്തിട്ടുണ്ട്, വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനത്തെ മേജറായിട്ടുള്ള കുറച്ച് 25 ഇവിടെ പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും significant ആയിട്ടുള്ള കുറച്ച് amendments ആണ്. The most significant amendments are listed here. Okay, coming to Companies Amendment Act 1960. Various aspects of company management were revised based on recommendations of Shastri Committee. അപ്പം H.C. ബാബ കമ്മിറ്റിക്ക് ശേഷം 1960 ഒരു ശാസ്ത്രി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി അനുസരിച്ച് കുറച്ച് കൂടുതൽ കമ്പനി മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തു. Now, Companies Act 1963.
Okay, the Board of Company Law Administration and Companies Tribunal were created. Companies Act 1965, the division of object clause. Okay, object clause, the company, 1963 Board of Company Law Administration and Companies Tribunal ക്രിയേറ്റ് ചെയ്തു. Now, കമ്പനീസ് ആക്ട് 1965 എന്ത് അമെൻമെൻ്റ് ആണ് കൊണ്ടുവന്നത്? 63 ട്രൈബ്യൂണൽ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ 65 എന്താ കൊണ്ടുവന്നത്? ഡിവിഷൻ ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ് ഓഫ് കമ്പനി. അതായത് മെയിനും സബ്സിഡറി എന്നും പറഞ്ഞ് ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് 2 തരത്തിൽ കൊണ്ടുവന്നു. Okay, was mandated by the act. It is based on the recommendation of a commission which is headed by Vivian Bose, and it is prohibited contribution to the. It also prohibited the contribution to any political party or political purposes. Okay. പൊളിറ്റിക്കൽ പാർട്ടിക്കും പൊളിറ്റിക്കൽ പർപ്പസിനും വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാം പാടില്ല എന്നുള്ള ഒരു രീതിയിൽ കമ്പനി ഫോർമേഷൻ, അതിന് വേണ്ടിയുള്ള കമ്പനി ഫോർമേഷൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ 1965 കൊണ്ടുവന്ന അമെൻമെൻറ്റ്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് ക്ലോസിൽ തന്നെ വാട്ട് ഇസ് ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി എന്നാണ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്നത്. അപ്പോൾ ആ ഒബ്ജക്ട്സിൽ തന്നെ മെയിനും സബ്സിഡറി എന്നും പറഞ്ഞ് 2 തലത്തിൽ 1965 കൊണ്ടുവന്നു. അപ്പോൾ 63 എന്ത് വന്നു? ട്രൈബ്യൂണൽ വന്നു. 65 എന്ത് വന്നു? ഒബ്ജക്റ്റ് ക്ലോസിൽ കുറച്ച് വ്യത്യാസം. മെയിൻ എന്നും പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്, സബ്സിഡറി എന്നും പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് കുടയാണ് എൻ്റെ മെയിൻ ബിസിനസ്. ഓക്കെ, കുടയുടെ കൂടെ കുടയുടെ കവറ് അല്ലെ കുടയുടെ കൂടെ വിസിലടിക്കാനൊരു PP, ഇതെല്ലാം സബ്സിഡറി ആയിട്ട് കുറച്ച് ഒബ്ജക്റ്റുകൾ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും മെയിൻ ആൻഡ് സബ്സിഡറി ഒബ്ജക്ട്സ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി സംതിങ് റിലേറ്റഡ് ടു ദ സെയിം ബിസിനസ്സസ്. ഓക്കെ, ഒരു ബന്ധവും ഇല്ലാതെ എനിക്ക് കുട കമ്പനി അതിൻ്റെ സബ്സിഡറി ഒരു സോപ്പ് കമ്പനിയും ആകാനൊന്നും സാധിക്കത്തില്ല. കുടയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കണം അതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നത്. നോ, 1985, that is permitted political contributions by non-government companies. The right to receive remuneration by the employees of a company was placed as a first step in the event of winding up the company. When the company is going to wind up, what is the first? Who are the first creditors? The salary of the employee should be given. Because ഞാൻ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, എൻ്റെ രൂപ കമ്പനി തന്നാലല്ലേ പറ്റത്തുള്ളൂ, ഞാൻ ഒരു സർവീസ് ചെയ്യുന്നതല്ലേ. സോ ഞാനാണ് ആക്ച്വലി ദ ഫസ്റ്റ് ക്രെഡിറ്റേഴ്സ്. എൻ്റെ സാലറി തന്നിട്ട് മതി ബാക്കി ആർക്കും എന്തും കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് 1985 കൊണ്ടുവന്ന അമെൻമെൻ്റ് ആണ് അങ്ങനെ. നൗ 1988 അമെൻമെൻറ്റ്. ഓക്കെ, 88 എന്താണ് വ്യത്യാസം കൊണ്ടുവന്നത്? ബേസ്ഡ് ഓൺ എ റെക്കമെൻഡേഷൻ ഓഫ് Sachar committee, the role of the company secretary was spelled out in a clear terms for the first time. It also created a company law board to exercise judicial functions. Judicial functions ആയിട്ട് ഒരു കമ്പനി ലോ ബോർഡ് തന്നെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിക്ക് കുറച്ച് റോളൊക്കെ കൊടുത്തു. അതുവരെ റോളൊന്നും ഇല്ലായിരുന്നു, കറങ്ങിയടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. 88 ആയപ്പം കുറച്ച് റോളൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. 1999 buyback of shares and issue of sweat equity shares were introduced. Buyback of share എന്ന് പറയുന്ന കോൺസെപ്റ്റും സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റും അതൊക്കെ ഇനിയും പഠിക്കും കേട്ടോ. നമുക്ക് സ്വെറ്റ് ഇക്വിറ്റി എന്ന് വെച്ചാൽ നമ്മൾ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഷെയർ ബോണസായിട്ട് തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇനിയും വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. Now, Companies Act 2000, minimum paid up capital required for a public and a private company were introduced. Okay, the concept of deemed public companies were made inoperative. So, minimum paid up capital required for private and public companies were introduced. അത് minimum paid capital എന്ന് വെച്ചാൽ പ്രൈവറ്റിനാണെങ്കിൽ it is 1 lakh, പബ്ലിക്കിനാണെങ്കിൽ it would be 5 lakh എന്നുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ. അതായത് അതില്ലെങ്കിൽ നമുക്ക് കമ്പനിയുടെ എന്താ പറയുന്നത് പെയ്ഡ് ക്യാപിറ്റൽ അത് കണ്ടിരിക്കണം. ദാറ്റ് ഈസ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അത് ഉള്ളപ്പോഴാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കോൺസെപ്റ്റ് എല്ലാം 2000 കൊണ്ടുവന്നു. 2002 പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നു. അതായത് ഒരു എന്താ പറയുന്നത് അത് നമ്മളിനിയും പഠിക്കും. ഒരു പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത് 10 അസോസിയേഷൻ അടങ്ങുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, എന്ന് പറയുന്നത്
പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഏതൊക്കെ ഇതിലാണ് അത് കുറേ കാര്യങ്ങളിൽ വരും. മിക്കതും ഹാർവെസ്റ്റിംഗ് അല്ലെ പ്രൊക്യൂർമെൻറ്റ്, ദെൻ ഇതിനകത്ത് ഏതൊക്കെയാണ് പറയുന്നത്, മാനുഫാക്ചർ, സെയിൽ ആൻഡ് സപ്ലൈ ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുള്ളത്. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ദീസ് ആർ ഓൾ ദ ഓബ്ജക്ട്സ്. അതായത് പ്രൈമറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിമിലർലി പ്രൊഡ്യൂസ്ഡ് ബൈ പേഴ്സൺസ്, ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, ബൈ പ്രോഡക്ട്സ്, അങ്ങനത്തെ ഉള്ള ഹോർട്ടിക്കൾച്ചർ ഇങ്ങനത്തെ ഉള്ള അതാണ് പ്രൊഡ്യൂസർ കമ്പനി. ഈ പ്രൊഡ്യൂസർ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് 2002 ഓക്കെ. 2006 ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് സിഗ്നേച്ചർ ഇടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, DIN നമ്പർ എന്ന് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പൈസ് പ്ലസിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പാർട്ട് എയിലേക്ക് ചെയ്ത് കഴിയുമ്പോൾ പാർട്ട് ബിയിലേക്ക് കയറുമ്പോൾ തന്നെ ഡിന്നിനുള്ള ഫോംസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഡിന്നിനുള്ള ഫോംസൊക്കെ ഓരോ സ്റ്റേജസ് ആണ്. ആ സ്റ്റേജ് എല്ലാം അലോ ചെയ്ത് മെയിനായിട്ടുള്ള ഫസ്റ്റ് ഡയറക്ടേഴ്സ് എല്ലാം അതിനകത്ത് സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് DIN നമുക്ക് അലോ ചെയ്ത് കിട്ടും. DIN is a signature, digital signature of a director. Okay. In spite of all these piecemeal changes, the law was still found inadequate in several respects. Okay, the 1956 Act was enacted at the time when India was primarily an agrarian economy. This is what I said earlier. People's occupation was agriculturist and main people എങ്കിലും, and gradually there were changes. Okay, was not found suitable to the new world order brought in by the way of liberalization and globalization. So the government constituted an expert committee. The expert committee government constituted ചെയ്തു, എന്നിട്ട് under Dr. J.J. Irani to advise the government on the changes that is required to be introduced. Okay. Required to be based on the recommendations of the company. Wider consultations were made in the various stakeholders. The demand for new legislation on company law was finally accepted by the government, and the company's bill was introduced in the parliament in 2012. Okay, it was passed by the Lok Sabha in 2012. അപ്പോൾ ആരാണ് JJ ഐറാനി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ആ കമ്മിറ്റി ഗവൺമെൻറ്റിനോട് കൂടുതൽ കുറച്ച് ഡിമാൻഡ്സ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡിമാൻഡും ന്യൂ ലെജിസ്ലേഷൻ്റെ ആവശ്യവും പറഞ്ഞ് ഒരു ബില്ല് കൊടുത്തു. ആൻഡ് ദാറ്റ് ബിൽ വാസ് സെറ്റ് ഇൻ ബിഫോർ ദ പാർലമെൻറ്റ് ഫോർ ദെയർ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പാർലമെൻറ്റ് മുന്നിൽ ആ ബില്ല് കൊടുത്തത് 2012 ഓക്കെ. ലോക്സഭയിൽ ഡിസംബർ 18, 2012 കൊടുത്തെങ്കിലും രാജ്യസഭയിൽ ഓഗസ്റ്റ് 8, 2013 ആയപ്പോഴത്തേന് രാജ്യസഭയിൽ കൊണ്ടുവരികയും രാജ്യസഭയിൽ അതൊരു 29 ഓഗസ്റ്റ് ആയപ്പോഴത്തേന് അത് ശരി വെക്കുകയും ചെയ്തു. എന്നാൽ 2013 ഓക്കെ. പ്രസിഡൻഷ്യൽ അസെഷൻ കിട്ടിയത് അസെൻറ്റ് കിട്ടിയത് 29th August 2013. Okay. The Act is progressively put into force from 12th September 2013 onwards. The Companies Act 2013 is organized as 29 chapter, 29 chapter ഉണ്ടതിൽ. പിന്നെന്താണ്, എത്ര ഷെഡ്യൂളാണ്? 7 ഷെഡ്യൂളും 470 സെക്ഷൻസും ആസ് അഗൈൻസ്റ്റ് ദ കമ്പനീസ് ആക്ട് 1956 which had 658 sections under 13 parts. അപ്പോൾ 13 പാർട്ട് എന്നുള്ളതാണ് നമ്മുടെ മറ്റേ അടുത്ത് എത്ര ഇവിടുത്തെ 15 ഷെഡ്യൂള് അവിടെ 7 ഷെഡ്യൂളായിട്ട് മാറി. ഓക്കെ. പിന്നെ 658 സെക്ഷൻസ് ആണ് 470 സെക്ഷൻസ് ആയത്. 13 പാർട്ട് എന്നുള്ളതാണ് നമുക്കിപ്പം 29 ചാപ്റ്റേഴ്സ് ആയത്. ഓക്കെ. ഈ രീതിയിലാണ് ദ കമ്പനീസ് ആക്ട് 2013 മെയ്ഡ് എ വെരി ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ മെനി തിങ്സ്, മെനി നൈസ് ലൈക്ക് 1% കമ്പനിയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ് എല്ലാം പുതിയ ഇതനുസരിച്ച് നിലവിൽ കൊണ്ടുവരാനും സാധിച്ചു. ഓക്കെ. പണ്ട് കാലത്ത് 2 പേരടങ്ങുന്നവർക്ക് മാത്രമേ ഒരു കമ്പനി, മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ്, പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നതാണ് 2 persons. 1% കമ്പനി എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വളരെ ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ മുന്നോട്ട് പോകും തോറും കൂടുതൽ ആൾക്കാർ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഇന്ത്യൻ എക്കോണമി വളരെ പെട്ടെന്ന് ബൂസ്റ്റായി വളരെ ഹൈ ലെവലിലേക്ക് ഇന്ത്യ ചിന്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ലോസ് എല്ലാം അവർ മാറ്റുന്നതും കൂടുതൽ ഈസ് ആക്കുന്നതും ഫോർ പീപ്പിൾ ടു ലൈക്ക് മേക്ക് ദെയർ ഐഡിയാസ് കം ഇൻ ടു എക്സിസ്റ്റൻസ്.
Now, the framework of company law administration. Okay. Uh, The Constitution of India vests the administration of company law in the central government. Companies Act 2013 is a principal legislation dealing with administration of companies along with Companies Act. There are other legislation like Securities and Exchange Board of India Act 1992, the Securities Contracts Act Regulation Act 1956, the Depositors Act 1996, which are relevant in the administration of companies. For the administration of companies, the SEBI അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് ഇങ്ങനത്തെ ഡിപ്പോസിറ്റേഴ്സ് ആക്ട് ഇതെല്ലാം നമ്മൾ ഡിപ്പോസിറ്ററീസ് ആക്ട് ഇങ്ങനത്തെ എല്ലാം ആക്ടുകളെല്ലാം അടങ്ങുന്നതാണ് കമ്പനി ലോയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഇസ് എക്സസൈസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇൻ ദ കേസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എക്സസൈസ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ്. അപ്പോൾ നമ്മളൊരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ സെബിയുടെ ലോസ് അനുസരിച്ചാണ് പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത്. അവർക്ക് ദേ എക്സസൈസ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഓവർ us. Powers under the Companies Act are also exercised by the Registrar of Companies, regional directors in their respective areas of jurisdiction. If ഞാനിവിടെ എറണാകുളത്താണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ എൻ്റെ കമ്പനിയെക്കുറിച്ച് ചോദിക്കാനും ചോദ്യം ചെയ്യാനുള്ള ആരാണ് രജിസ്ട്രാർ ഓഫ് കമ്പനി എന്ന് പറയുന്നത്? എറണാകുളത്തെ രജിസ്ട്രാർ ROC ആയിരിക്കും, എന്നെ രജിസ്ട്രാർ ആയിരിക്കും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത്. ഓക്കെ, കമ്പനി എന്താ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്താൻ എന്ന് പറഞ്ഞ് എന്നോട് എന്നെ കണ്ടുപിറ്റി കാണിക്കുകയും പെട്ടെന്ന് വിളിച്ച് കൂട്ടുകയും കംപ്ലയിൻറ്റ് ചെയ്യുകയും ട്രൈബ്യൂണലിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ വെക്ക് അവിടെ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് മര്യാദയ്ക്ക് വെച്ചു എന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്ന ആരാണ്? അങ്ങനെയൊക്കെ അധികാരമുള്ള വ്യക്തിയാണ് രജിസ്ട്രാർ. നൗ അത് അവരുടെ പർട്ടിക്കുലർ ജൂറിസ്ട്രിക്ഷനുള്ള രജിസ്ട്രാറിനെ പറ്റത്തുള്ളൂ. തമിഴ്നാട്ടിലെ രജിസ്ട്രാറിന് വന്ന് എന്നെ കണ്ടുപിടി പേടിപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? Okay. Now, the Companies Act 2013 vests substantial powers with two tribunals in the matters of civil nature connected with the companies. They are National Law Tribunal NCLT, National Company Law Tribunal, and National Company Law Appellate Tribunal. Then appeals from NCALT can be filed before the Supreme Court. Regarding the criminal matters, there is also provision for establishment of special courts. If there is also a provision for there is also provision for investigation into serious frauds by special agencies called Securities Serious Fraud Investigation Office SFIO. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കമ്പനിക്ക് ഒരു കമ്പനി റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ കേസസ് വന്നാൽ പെട്ടെന്ന് ഓടി മുനിസിപ്പൽ കോടതിയിലോ സബ് കോടതിയിലോ ഒന്നും പോകണ്ട. കമ്പനീസിൻ്റെ ഫോർമേഷൻ ഈ ഫോം ചെയ്ത ഒരു കമ്പനി ആണെങ്കിൽ, നിലവിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായ ഒരു കമ്പനി ആണെങ്കിൽ, ദേ ക്യാൻ ഫയൽ ആൻഡ് ബി സ്യൂഡ് ആൻഡ് can sue against persons before which court, it's not a court, it's a tribunal എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് തന്നെ ആയിട്ടുള്ള ഒരു കോടതി. ദാറ്റ് ഇസ് കോൾഡ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. ഇനി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ത്രൂ നോട്ടിഫിക്കേഷൻ ഓഫ് ഒഫീഷ്യൽ ഗസറ്റ്. The number of members of that tribunal is decided by the central government. It consists of judicial and technical members. The president of NCLT shall be a person who is or has been a judge of a company for 5 years. Okay, കമ്പനിയിലെ ജഡ്ജായി ഹൈക്കോടതിയിലെ ജഡ്ജായിട്ട് ഇരുന്ന ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഫോർ 5 years ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയായിരിക്കണം NCLTയുടെ പ്രസിഡൻറ്റ്. ദ ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് NCLT ഈസ് പ്രിസ്ക്രൈബ് ബൈ ദ കമ്പനീസ് ആക്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, കമ്പനീസ് ആക്ട് തന്നെ ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. NCLT ഹാസ് വൈഡ് പവേഴ്സ് വിച്ച് വെയർ ഏർലിയർ ഹെൽഡ് ബൈ വേരിയസ് അതോറിറ്റീസ് ലൈക്ക് സെൻട്രൽ ഗവൺമെൻറ്, കമ്പനി ലോ ബോർഡ്, ഹൈ കോർട്സ്. The basic purpose behind the creation of tribunal is to have a single forum to deal with the civil matters connected with the companies. If there is any civil matters which is connected with the companies, it will be dealt by the NCLT. ഓക്കെ, ഇനി അവിടുന്ന് കിട്ടിയ എനിക്ക് വിധി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കളത്തര എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ചു കേട്ടോ. ഞാൻ പെട്ടെന്ന് എങ്ങോട്ട് പോകും അപ്പീലുമായിട്ട്? ഹൈക്കോടതിയിൽ പോകാൻ പറ്റുമോ? ഇല്ല. ഞാൻ പോകേണ്ടതാണ് NCLAT, ദാറ്റ് ഇസ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ.
LAT is created by the central government through notifications. പിന്നെ judicial and technical members കാണും. Chairman and members are appointed by the central government through notifications. Okay. Number of members of NCLAT shall be 11. 11 ആയിരിക്കണം. Okay. The chairperson shall be a person who is or has been a judge of a Supreme Court or Chief Justice of High Court. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതിയിലിരുന്ന ഒരു ജഡ്ജോ ഓക്കെ ആയിരിക്കണം ഇതിൻ്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ജഡ്ജ്. ഓക്കെ, അതിനകത്ത് 11 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം. NCLAT is empowered to hear the appeals of NCLT. Any person who is aggrieved by the order made by NCLT shall prefer an appeal before NCLAT within a period of 45 days from the date of receipt of copy of order. ഇപ്പോൾ ഇന്ന് എനിക്കൊരു ഓർഡർ കിട്ടി. ഓക്കെ, ലവി നീ പോയിക്കോ, തെക്കോട്ടോ വടക്കോട്ടോ പോയി കുത്തിയിരുന്നോ, നീ തോറ്റു എന്നും പറഞ്ഞ് നിനക്ക് തരുന്നില്ല, നിനക്ക് കിട്ടേണ്ട രൂപ തരത്തില്ല, നിനക്ക് കിട്ടാൻ യാതൊരു അവകാശവും ഇല്ല എന്നും പറഞ്ഞ് എന്നെ ഓടിച്ചു വിടുവാന്ന് വെച്ചോ. ഇന്നത്തെ ദിവസം കൂട്ടണ്ട, നാളെ മുതൽ 45 ദിവസത്തിനകം ഞാൻ പോയി അപ്പലേറ്റ് കോടതിയെ പോയി പറയണം, കോടതി എൻ്റെ കാര്യങ്ങളൊന്നും നേരെ നടക്കുന്നില്ല, കോടതി എന്തെങ്കിലും ഇതിനകത്ത് നോക്കിയിട്ട് തീരുമാനം എടുക്കണം, താഴത്തെ കോടതി വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മേളിൽ ചെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇനി ഞാനീ പറയുന്ന എല്ലാം കഷ്ടപ്പെട്ട് കരഞ്ഞും വിളിച്ചും നിലവിളിച്ച് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യുന്നത്? ഇനി അടുത്ത എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, ഇറങ്ങിപ്പോയിക്കോ എന്നും പറഞ്ഞ് എൻ്റെ ഫയൽ എടുത്തൊരു ഏറും വെച്ചതാണ് ഇരിക്കട്ടെ. ഓക്കെ, എനിക്കിനി അടുത്ത പോകാൻ പറ്റുന്നത് എങ്ങോട്ടാണ്? ദ അപ്പീൽസ് ക്യാൻ ബി ഫയൽഡ് എഗൈൻസ്റ്റ് എനി ഓർഡർ ഓഫ് അപ്പീലേറ്റ് ട്രിബ്യൂണൽ ഓൺ എനി ക്വസ്റ്റ്യൻ ഓഫ് ലോ വിത്തിൻ 60 days. അപ്പോൾ 45 ദിവസമായിരുന്നു മറ്റേതെങ്കിൽ ഇപ്പോൾ ഇത് 60 ദിവസമുണ്ട്. ഇനി എനിക്ക് ഇവിടുന്ന് പാസ്സാക്കി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്നും എനിക്കൊരു ഓർഡർ കിട്ടി, ആ ഓർഡർ എനിക്ക് താല്പര്യമില്ല, പറ്റത്തില്ല, ഞാൻ ഉദ്ദേശിച്ച ഓർഡർ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്നും അപ്പീൽ പോകുന്നതാണ് സുപ്രീം കോടതിയിലേക്ക്. അത് 60 ദിവസം ടൈം, 60 days ടൈമുണ്ട്. ഇവിടുന്ന് അങ്ങ് വരെ വണ്ടി പിടിച്ച് ചെല്ലണ്ടേ? ഓക്കെ, നൗ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. Serious Fraud Investigation Office, Section 211 of 2013 Act empowers the central government to establish SFIO to investigate frauds relating to company. It shall be headed by the director, who shall not be an officer not below the rank of a joint secretary to the Government of India, having knowledge and experience in dealing with the matters relating to corporate affairs. The central government may appoint such number of experts to this office from various fields like banking, corporate affairs, information, law, etc. അപ്പോൾ ലോയിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ഞാനായതുകൊണ്ട് എന്നെ മാത്രമേ എടുക്കത്തുള്ളൂ എന്നില്ല. എക്സ്പേർട്സ് ആയിട്ടുള്ള പല കാര്യങ്ങളിലുള്ള ആൾക്കാരെ അവരെടുത്ത് വെച്ചേക്കും. കാരണം എവിടെ അവർ ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല. ലോയുടെ ആവശ്യം കണ്ടാൽ അപ്പം വിളിക്കില്ല, വീക്കം എന്ന് പറയും. ബാങ്കിങ്ങിൻ്റെ ആവശ്യം വന്നാൽ അപ്പം വിളിക്കും, ബാങ്കിങ്ങിൻ്റെ എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ നീ വാ നോക്ക്. അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, സംതിങ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടെങ്കിൽ ആ ഡേറ്റ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡേറ്റ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പേർട്സ് വേണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്പേർട്സ് അടങ്ങുന്നതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് assigns the SFIO the cases which needs to be investigated. Okay. Now, the special feature of investigation of SFIO is that its authority is exclusive. When an investigation is undertaken by SFIO, no other agency shall proceed with the investigation in such a cases. And SFIOയുടെ കയ്യിലാണ് ഈ എൻ്റെ കേസുകളും കാര്യങ്ങളും എല്ലാം കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു സ്പെഷ്യലായിട്ട് ഇനി പോലീസിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ പോലീസിനെ ഒന്നും നോക്കണ്ട, തന്നെ അവിടെ അടക്കി ബാഗിലെല്ലാം ബുക്കും എല്ലാം കയറ്റി വെച്ച് വെറുതെ സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കാം. ബിക്കോസ് SFIOക്കാർ, അതായത് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻകാർ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻകാർ അവിടെ നിലവിലുണ്ട്, അമ്മമാർ കണ്ടുപിടിച്ചോളും. ഓക്കെ. സ്പെഷ്യൽ കോഡ്സ് എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 provides a criminal punishment for various offences committed under the act. To ensure speedy trial of such offences, the central government may by notification establish to designate special codes ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. അതോ അത്രയും ക്രിമിനൽ പണിഷ്മെൻറ്റ് ചില ഒഫൻസസ് കമ്പനിക്കുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറയും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ബെഞ്ച്
who shall be appointed by the central government with the concurrence of Chief Justice of the High Court, within whose jurisdiction the judge to be appointed is working. It consists of single judge കാണത്തുള്ളൂ, who shall be appointed by ആരാ, central government, with concurrence of Chief Justice of High Court. ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് കൂടെ പറഞ്ഞാണ് അങ്ങനൊരു എന്താ പറയുന്നത് ജഡ്ജിനെ തന്നെ അവിടെ നിയമിക്കുന്നത്. വിത്തിൻ ഹൂസ് ജൂറിസ്ഡിക്ഷൻ ദ ജഡ്ജ് ടു ബി അപ്പോയിൻറ്റഡ് ഈസ് വർക്കിംഗ്. ഓക്കെ, ഏത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടാണ്, ഏത് സ്ഥലത്തെ ഏത് ജഡ്ജിനെയാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി ഹൈക്കോർട്ടാണ്. ഇനി company. Definition of company I have already given you. Company is an artificial person created by law having a separate legal entity with a perpetual succession and a common seal. ഓക്കെ, ഇതൊന്നും കാണാൻ പഠിക്കുക. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ പറയുന്ന കാര്യം നോക്കിയോ, കമ്പനി ഈസ് എ ഇൻ യൂഷ്വൽ സെൻസ് മീൻസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. കുറേ പേഴ്സൺസ് ഒന്നിച്ച് ചേർന്ന് നിന്നാണല്ലോ. ഓക്കെ, യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റ്. ദേ ഹാവ് യുണൈറ്റഡ് ടുഗദർ ഫോർ വാട്ട് ഒബ്ജക്റ്റ്? എനിക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള വിവരം കൊണ്ടാണ് ഞാൻ കൂടെ ചേർന്ന് നിന്നത്. അവൻ സ്പ്രേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ഞാനും സ്പ്രേ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ആളും കൂടെ ഒരുമിച്ച് നിന്നാൽ അവിടെ കോമൺ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. അവിടുത്തെ ഒബ്ജക്റ്റ് രണ്ടും രണ്ടാണ്. എനിക്ക് സോപ്പ് ഉണ്ടാക്കണമെന്നാണ്, അവൻ്റെ ഇൻറ്റൻഷൻ മറ്റേതാണ്. ഓക്കെ, ഇറ്റ് യൂഷ്വലി അപ്പോൾ രണ്ട് ഇൻറ്റൻഷൻസും, എനിക്ക് സോപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ അവന് സോപ്പ് ഉണ്ടാക്കാനുള്ള ഇതിന് വേണ്ടിയാണ് നമ്മുടെ അസോസിയേഷൻ വെച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി യൂസ് ടു റെഫർ ടു ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോർ ക്യാരിങ് ഓൺ കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പറയുന്ന ടൈം ഹാഫ് ആൻ അവർ ഓർ മോറായി കഴിഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മൺഡേ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഈ ചാപ്റ്റർ എളുപ്പം തീർക്കണം എന്നുള്ളതാണ്. ഞാനത് എടുത്തു, ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞ എന്തൊക്കെ അത് നിങ്ങൾ വായിച്ചു വെക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, കോമൺ സീൽ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ദേ ക്യാൻ ഹാവ് എ സെപ്പറേറ്റ് പ്രോപ്പർട്ടി, ഈ കാര്യങ്ങളെല്ലാം കൂടെ. അപ്പോൾ കമ്പനിയുടെ ഡെഫിനേഷൻ പറയുമ്പോൾ തന്നെ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതൊരു ക്യാരക്ടറിസ്റ്റിക്സാണ്. ക്രിയേറ്റഡ് ബൈ ലോ, ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയി. കമ്പനിക്ക് സ്വന്തമായിട്ട് നിൽക്കാം. ഇതിന് വേറൊരാളുടെ കമ്പനീസ് മണി ആൻഡ് പ്രോപ്പർട്ടി ബിലോങ് ടു ദ കമ്പനി ആൻഡ് നോട്ട് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. എന്നാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളത്. എൻ്റെ സ്വന്തം പേരിൽ എനിക്ക് കമ്പനിയും രൂപയും വസ്തുക്കളും എല്ലാം വെക്കാം എന്നുള്ളതാണ്. ലിമിറ്റഡ് ലയബിലിറ്റിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഞങ്ങൾ വായിക്കണം. സോളമൻ വേഴ്സസ് സോളമൻ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. അതൊരു ബ്യൂട്ട് മാനുഫാക്ചർ ആയിരുന്നു. ഓക്കെ, ഈ ട്രാൻസ്ഫേർഡ് അത് എക്സിസ്റ്റിംഗ് ഒരു ബ്യൂട്ട് കമ്പനി ഉണ്ടായിരുന്നു, അതിനെ ഒരു ന്യൂലി ഫോം കമ്പനിയിലേക്ക് ആക്കി. പുള്ളി എന്ത് ചെയ്തു, അതിനകത്തെ ആൾക്കാരൊക്കെ ആരാ മെമ്പേഴ്സ് അല്ലെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഭാര്യയും മക്കളെ ഒരു ഭാര്യയും 5 മക്കളെയും കൂടെ അങ്ങ് ചേർത്തു ഷെയർ ഹോൾഡേഴ്സായിട്ട്. ഒരു പെങ്കൊച്ചും ഒരു 4 ആൺപിള്ളേരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ വെച്ച് ഷെയർ ഹോൾഡേഴ്സായിട്ട് ഇരുന്നിട്ട് as consideration for this transfer, he received the major portion of the shares of a company and debentures for $10,000. Later on, the company went on liquidation. കമ്പനി ലിക്വിഡേഷൻ പോയപ്പോഴത്തേന് എന്ത് പറ്റി? രൂപ കിട്ടാനുള്ളവരെല്ലാം കൊണ്ട് അലച്ചുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു. Salmon claimed the payment of the amount covered by the debentures from the assets of the company. The unsecured creditors, of the company, they objected on the ground that the business really belonged to Salmon and he should not be allowed to claim as a secured creditor. He applied actually before the court as a secured creditor. Usually liquidation വന്നു കഴിഞ്ഞാൽ the first thing they have to do is, ഞാൻ മുമ്പേ പറഞ്ഞു അല്ല, സാലറി ഓഫ് ദ എംപ്ലോയീസ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ ദേ ആർ ദ ഫസ്റ്റ് ക്രെഡിറ്റേഴ്സ്. അവരുടെ സാലറി കൊടുക്കാതെ കമ്പനിക്ക് മുന്നോട്ട് ഒരു കാര്യങ്ങളുമില്ല. ബാക്കി എല്ലാവരും ലിസ്റ്റ് പിന്നെ വരുന്നവരാണ്. പിന്നെ വരുന്ന കാര്യങ്ങളാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. if I have given us some money, it is a secured creditor ആണ് ഞാൻ. I have obtained some certificate. അതേ കമ്പനിക്കായിട്ട് 20,000 രൂപ കൊടുത്ത ആളാണ്. അപ്പം ഐ എം എ സെക്യൂർഡ് ക്രെഡിറ്റർ. അൺസെക്യൂർഡ് ക്രെഡിറ്റർ തമ്മിൽ വ്യത്യാസമാണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റർ എപ്പോഴും ലിസ്റ്റിൽ താഴെയായിരിക്കും. അവർക്ക് പെട്ടെന്നൊന്നും രൂപ കിട്ടുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞ ശേഷം താഴോട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ അൺസെക്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എല്ലാം കൂടെ ബഹളം വെച്ചു. അവൻ്റെ തന്നെ കമ്പനിയാണ്. അവന് സെക്യൂർഡ് ക്രെഡിറ്റർ ആണെങ്കിലും അവൻ്റെ തന്നെ കമ്പനിയാണ്. അതുകൊണ്ട് അവനങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്കുള്ളത് തരൂ എന്നും പറഞ്ഞാണ് ചോദിച്ചത്. ദ കോർട്ട് ഹെൽഡ് ദാറ്റ് Salomon
An individual is quite distinct from Salomon and company, and he could therefore be a secured creditor of the company even though he happened to hold majority of the shares. Even if he happened to hold majority of the shares, he is considered as a separate individual apart from the company. The company stays as a separate എൻറ്റിറ്റി. അതും ഞാനുമായിട്ടൊരു വ്യത്യാസവുമില്ല. ഞാൻ വെറും ഒരു ക്രെഡിറ്ററാണ്, അല്ലാതെ ഞാൻ വേറെ കമ്പനി വേറെ. എൻ്റെ സ്വന്തം കമ്പനിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. Now the next is limited liability. As I've already said, many people, if my liability is limited to the shares that I have with the company, എനിക്ക് അത് വരെ ലിക്വിഡേഷൻ ടൈം ആകുമ്പോൾ വന്ന് ചോദിക്കത്തുള്ളൂ. ഞാൻ 20 രൂപയുടെ ഷെയർസ് എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ കമ്പനി വൈൻഡപ്പിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ആ 20 ഷെയറിനുള്ളത് മാത്രമേ കമ്പനി ചോദിക്കത്തുള്ളൂ. If the liability is limited by shares. There is a classification called unlimited company എന്നും പറഞ്ഞുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടെങ്കിലും യൂഷ്വലി എന്താണ് കമ്പനി ലിമിറ്റഡ് അൺലിമിറ്റഡ് കമ്പനി എന്നൊരു കോൺസെപ്റ്റ് എങ്ങുമില്ല. ലിമിറ്റഡ് ലയബിലിറ്റിയുടെ കോൺസെപ്റ്റുകളേ ഉള്ളൂ. പിന്നെ it is because of the feature that a great number of people invest money in the limited companies. A company may be a company limited by shares or company limited by guarantee. What is company limited by guarantee and company limited by shares? If I have taken some shares for an amount of 20 rupees എന്നാണെങ്കിൽ I will be asked for the amount of shares that I have hold. If it is companies limited by guarantee എന്നാണെങ്കിൽ ഞാനൊരു 20,000 രൂപയ്ക്ക് വേണ്ടിയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നെങ്കിൽ at the time of winding up the company will only ask for the amount that I have guaranteed. കമ്പനി നീ അടച്ചു പൂട്ടുമ്പോൾ ഞാൻ ഇത്രയും രൂപ തന്നേക്കാമേ എന്ന് ഞാൻ ആദ്യം പ്രാവശ്യം പറഞ്ഞു, 20,000 രൂപ തരാമെന്ന്. അപ്പോൾ കമ്പനിക്ക് വൻ കടങ്ങളുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ആസ്ക് ഓൺലി ഫോർ ദ 20,000 rupees which I have said as guarantee, which I have guaranteed with the company. This is called company limited by guarantee and company limited by shares തമ്മിലുള്ള വ്യത്യാസം. Liability of the members is limited to such an amount as the members may undertake to contribute to the assets of the company in the event of its being wound up. The company can be incorporated with unlimited liability also. പക്ഷേ യൂഷ്വലി അങ്ങനൊരു സംഭവം ഇല്ല. നൗ പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ എന്താ, ഞാൻ പറഞ്ഞില്ലേ, കമ്പനി ഒരിക്കലും മരിക്കത്തില്ല. കമ്പനിക്കകത്ത് ഇരിക്കുന്ന മെമ്പേഴ്സിനെല്ലാം വട്ടായി പോവുമോ മരിച്ചു പോവുമോ എന്തൊക്കെ പറ്റിയാലും കമ്പനി ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് പെർപെച്വൽ സക്സഷൻ. ഇൻസോൾവൻസി ഓർ മെൻ്റൽ ഡിസോർഡർ ഓർ ഡെത്ത് ഓഫ് എനി ഓഫ് ദ മെമ്പേഴ്സ് ആർ നെവർ ഗോയിങ് ടു ഹിറ്റ് ദ കമ്പനി. ദ കമ്പനി നെവർ ഡൈസ്, ഇറ്റ് ഗോസ് ഓൺ ഫോർ ever. അപ്പം ഏതൊരു മെമ്പർ മരിച്ചു പോയാലും ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ്. കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് ലോ ആൻഡ് ക്യാൻ ബി പുട്ട് ടു ആൻ എൻഡ് ഓൺലി ബൈ ദ പ്രോസസ് ഓഫ് ലോ. ഇനി അടുത്ത കോമൺ സെയിൽ എന്ന് വെച്ചാൽ ഒരു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു മനുഷ്യനാണോ? അല്ല. ജീവനുള്ള ഒരു മനുഷ്യന് മാത്രമേ വന്ന് സൈൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം കോമൺ സെയിൽ എന്ന് വെച്ചാൽ എന്താണ്? കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ക്യാൻ സൈൻ ഇൻ ഇറ്റ്സ് ഓൺ നെയിം ഓൺ എ കോൺട്രാക്ട്. അപ്പോൾ സോ വെൻ എ കമ്പനി എൻറ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട് ത്രൂ ഇറ്റ്സ് ഏജൻറ്റ്സ്, ഇറ്റ് ഈസ് ഓതൻറ്റിക്കേറ്റഡ് ഓർ മെയ്ഡ് ബൈൻഡിങ് ഓൺ ദ കമ്പനി ബൈ അഫിക്സിങ് ദ കോമൺ സീൽ. ഒരു കമ്പനിയുടെ കോമൺ സീൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻ്റ് കമ്പനി ഒപ്പിട്ടതിന് തുല്യമാണ്. ഓക്കെ, ആരുടെ കയ്യിൽ സീലിരിക്കുന്നത്? ആർക്കും അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ സീല്? ഇല്ല. സീൽ എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലായിരിക്കും. കമ്പനിയുടെ സീല് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ it shows and it says that the company has signed the document. Okay, now the transferability of shares. Unlike partnership firm or any other association, the shares of the company are freely transferable and can be bought and sold in the share market. The articles of the company can prescribe the manner of transfer of shares. In no case, the right to transfer the shares could be absolutely prevented, but reasonable restrictions could be imposed. In case of private companies, articles should carry out restrictions regarding transferability of shares. Articles of association അത് പ്രത്യേകം പറയാം ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസിനെ കുറിച്ച്. ഇപ്പം ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് പറ്റത്തില്ല എന്ന് പറയുവാണെങ്കിൽ പറ്റത്തില്ല, അതിന് വ്യതികരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സെപ്പറേറ്റ് പ്രോപ്പർട്ടി. കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് എൻജോയിങ്, ഓണിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് disposing of property in its own name. Although the members contribute to its capital, they are not the joint owners of the property of a company. Even though I am a shareholder, I hold about 60% of the shares of the company, still I cannot claim the property of a company as mine.
Okay, company will have its own properties and its own assets, which no one else can claim, because it is bought in by, it is no, it is an artificial person and it is created by law. അതുപോലെ തന്നെ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്, മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാനും മറ്റുള്ളവർ കേസ് കമ്പനിക്കെതിരെ കൊടുക്കാനും സാധിക്കും. ദ കേപ്പബിലിറ്റി ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ്. നൗ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്തുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഡസൻ ഹാവ് എ ബോഡി, ദേഹമുണ്ടോ ഇല്ല, ആത്മാവുണ്ടോ ഇല്ല, ഇറ്റ് ഡസൻ ഹാവ് എ ബോഡി ഓർ എ സോൾ, ബട്ട് ദ ലോ റെക്കഗ്നൈസസ് ഇറ്റ് ആസ് എ പേഴ്സൺ. ഓക്കെ, however, since it is not a natural person, it could only act through the board of directors which is elected by the shareholders. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി എന്ന് പറയുന്ന ഒരു പപ്പറ്റാണ്. ആ പപ്പറ്റിനെ വെച്ച് ഇങ്ങനെ കളിക്കുന്ന ഒരു കൈ മാനേജ്മെൻറ്റും ഒരു കൈ ബോർഡ് ഓഫ് ഡയറക്ടറെന്ന് ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അതിരുന്ന് ആടുന്നതനുസരിച്ചാണ് ഈ കമ്പനി കിടന്ന് പപ്പറ്റ് ആടുന്ന പോലെ കിടന്ന് ആടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ആർട്ടിഫിഷ്യൽ പേഴ്സണ് മറ്റുള്ളവർക്കെതിരെ കേസും കൊടുക്കാം, വേണമെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് കേസ് വാരി കൂട്ടുകയും ചെയ്യാം. സ്വന്തം സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി, അതായത് വസ്തുക്കളും വണ്ടികളും ഒക്കെ അങ്ങോട്ട് മേടിച്ചിടാം കമ്പനിയുടെ പേരിൽ. ഷെയർസിനെ കുറിച്ച് എപ്പോഴും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറയുന്ന അനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്പനി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കോമൺ സീലുണ്ട്. കമ്പനി ഒരിക്കലും മരിക്കുകയില്ല. കമ്പനിക്കകത്തെ മെമ്പേഴ്സ് എല്ലാം ചത്തൊടുങ്ങിയാലും, ബോംബ് വന്ന് എൻ്റെ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ വീണ് എല്ലാം ചത്തുപോയാലും കമ്പനി വിൽ സ്റ്റേ ഫോർ എവർ, കമ്പനി നെവർ ഡൈസ്. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം, കമ്പനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിരിക്കുന്ന സർവ്വ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് വിച്ച് ഐ ഹോൾഡ് ദ ഷെയർസ് വിത്ത് ദ കമ്പനി. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അൺലിമിറ്റഡ് ആയിട്ട് എൻ്റെ വീട്ടിലെ സർവ്വ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി കമ്പനിയുടെ നഷ്ടം നികത്താൻ നോക്കുകയേ ഉള്ളൂ. പിന്നെ ലിമിറ്റഡ് ബൈ ഗ്യാരൻറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഐ ഗ്യാരൻറ്റി ആൻ എമൗണ്ട്, ആ എമൗണ്ട് അനുസരിച്ചുള്ളത് മാത്രമേ എൻ്റെ അടുത്ത് ചോദിക്കാൻ വരത്തുള്ളൂ. ദെൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്, കമ്പനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പം അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സാണ്. കമ്പനിയുടെ സ്വന്തമായിട്ട് കമ്പനിക്ക് മണി ഉണ്ടായിരിക്കും, കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കും. അതൊരിക്കലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആവുകയില്ല. ഓക്കെ, ഒന്നിച്ച് ഷെയർ ഹോൾഡറുമായിട്ട് നിൽക്കത്തില്ല. അതിൻ്റെ ഒരു ഫേമസ് കേസാണ് ആ സലോമോൻ വേഴ്സസ് സലോമോൻ എന്നുള്ള കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന സലോമോൻ എന്ന് പറയുന്ന ഓണറിൻ്റെ ഭാര്യ മക്കളുമായിരുന്നു ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും അവർ സെക്യൂർഡ് ക്രെഡിറ്റർ എന്നുള്ള തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ആദ്യം പേയ്മെൻറ്റ് കിട്ടിയിട്ട് മതി ബാക്കി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നാണ് ആ കേസ് ഹെൽഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇനിയും പറയാത്തതായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻ അസോസിയേഷൻ ഓഫ് എനി പേഴ്സൺസ് കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വർത്ത്, കമ്പനികളെ കുറിച്ചാണ്. ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് who may contribute money or money's worth to a common stock, employ it in some കോമൺ ട്രേഡ് ഓർ ബിസിനസ്. അപ്പോൾ കുറച്ച് അസോസിയേഷൻ 5 പേര് ചേർന്ന് ഒരു അതിനകത്ത് കുറച്ച് മണി കൊണ്ടുവരുന്നു. ഓക്കെ, ഒരു പാത്രം വെച്ച് അതിനകത്തൊരു 10 രൂപ, 5 പേരും കൂടെ 10 രൂപ വെച്ചിടുന്നെന്ന് വെച്ചാൽ 50 രൂപയല്ലോ ടു എ കോമൺ സ്റ്റോക്ക് ആൻഡ് എംപ്ലോയ് ഇറ്റ് ഫോർ സം കോമൺ ട്രേഡ് അല്ലെ ബിസിനസ്. അപ്പോൾ അത് 50 രൂപ എടുത്തൊരു ബിസിനസ് ചെയ്യുന്നു. ഹൂ ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് അറൈസിങ്. ഈ 50 രൂപ ഇട്ടപ്പോൾ 70 രൂപ അല്ലെങ്കിൽ 100 രൂപ കിട്ടി. അപ്പോൾ 100 രൂപ കിട്ടിയപ്പോൾ അത് എല്ലാവരും കൂടെ എത്ര ഷെയർ ഇട്ടെന്നനുസരിച്ചുള്ള രീതിയിൽ അത് ഷെയർ ചെയ്യുന്നു. ദ കോമൺ സ്റ്റോക്ക് സോ കോൺട്രിബ്യൂട്ടഡ് ഇസ് ഡിനോട്ടഡ് ഇൻ മണി ആൻഡ് ഇസ് എ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ഈ 50 രൂപ എന്താണ്? ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ദ പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ടഡ് ഹിം എന്ന് പറയുന്നത് ആരാണ്? കോൺട്രിബ്യൂട്ടഡ് ഇറ്റ്. ഹൗ ദേ ആർ കോൾഡ്? ദേ ആർ കോൾഡ് ആസ് പറയാം members. Now the proportion of capital to which each member is entitled to is share. ഓരോ ഷെയർ എത്ര എന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും ഐ ആം എൻറ്റൈറ്റിൽ ടു ദ കമ്പനി അല്ലെങ്കിൽ എൻറ്റൈറ്റിൽ ടു ദ capital. The proportion of capital to which each member is entitled to his share. How he is entitled to his share is according to the proportion which he has given to the company. ഇവിടെ അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെ 10 രൂപ വെച്ചാണ് ഇട്ടത്. അതല്ല, ഞാൻ 5 രൂപ ഇടുന്നു, വേറൊരാൾ 15 രൂപ ഇടുന്നു. അപ്പോൾ അതനുസരിച്ചായിരിക്കും എൻ്റെ പ്രൊപ്പോർഷന് പോകുന്നത്. ഓക്കെ, company is also defined as a voluntary incorporated association which is an artificial person created by law with a limited liability having a common seal and a perpetual succession. Okay, അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ വരെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഫീച്ചേഴ്സ് ഓഫ് 2013
പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആ ചാപ്റ്റർ അങ്ങ് തീർന്നു. ഓക്കെ, എന്തായാലും ഇത്രയും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ മീറ്റിൽ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുക. താങ്ക് യു.